ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉള്ളത് ആനക്കോട്ടയിലാണ് കേട്ടോ. ആനക്കോട്ടയിലെ വിശേഷം പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ആനക്കോട്ടയിലൊക്കെ പോകാറുണ്ടെങ്കിലും കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ആനക്കോട്ട കാണാൻ വേണ്ടിയിട്ടാണ്. പിള്ളേരൊക്കെ വലുതായി, അപ്പോൾ അവർക്ക് ആനേനൊക്കെ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഇതിലാണ് വന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറുണ്ട്, അവിടെ നിന്ന് പോയിട്ട് ടിക്കറ്റ് എടുക്കണം. വലിയവർക്ക് 20ഉം ചെറിയവർക്ക് 10 രൂപയാണ് വരുന്നത് കേട്ടോ. അതിന് പിന്നെ ബാഗിക്കാറുണ്ട്, അതിന് 10 രൂപ കൂടിയും കൂടും. അങ്ങനെ നമ്മൾ ഓരോ ആനകളും ഓരോ ഷെഡിലും കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മരങ്ങളും ചെടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കാട് പോലെയാണ്. അവിടെ ഒരു ഷെഡ് കെട്ടിയിട്ട് അവിടെ കുറേ ആനകളും നിർത്തിയേക്കാണ്. ആനകളെ കെട്ടിയിട്ട് ചങ്കൽ വെച്ച് കെട്ടിയിട്ടേക്കാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോ ആനകളെയും കാണാം. ചില ആനകൾ ഇങ്ങനെ പട്ട തിന്നുന്നുണ്ട്. ഈ ഓലപ്പട്ട ഇല്ല, പനയുടെ പട്ടയില്ലേ, അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോങ്ങനെ തിന്ന് ഇങ്ങനെ നിൽക്കണം കേട്ടോ. നല്ല ഓരോ ഷെഡിലും ഓരോരോ ആനകളാണ്. അങ്ങനെയാണ് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുമിച്ച് കെട്ടിയിട്ടൊന്നുമില്ല. അത് ചങ്ങലയിട്ട് നന്നായി മുറുക്കി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവർക്കും പട്ടയിട്ട് കൊടുത്തിട്ട് അവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ആനേനെ ഇങ്ങനെ വെറുതെ ഷെഡിലൊന്നല്ല, വെറുതെയാണ് കെട്ടിയാണ്. അവിടെ ഒക്കെ നിറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ ടൂറ് പോലെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കുറേ പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആനയുടെ അടുത്ത് ചെന്നപ്പോൾ ആന ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ അത് കാണാനാണ് നിറച്ച് ആൾക്കാർ ആനയുടെ മുന്നിൽ നിൽക്കണത് കേട്ടോ. അപ്പോൾ ആന നല്ല ഡാൻസ് കളിയാണ്. അപ്പോൾ എല്ലാവരും അതിശയത്തോടു കൂടി ആനേനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആന കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ആന ഇങ്ങനെ നന്നായി ഡാൻസ് കളിക്കുന്നുണ്ട്. ശരിക്കും കാല് വേനെടുത്തിട്ടാണോ നമുക്കറിയില്ല. ആന ഇങ്ങനെ ആടി 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 കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അത് കാണാൻ കുറേ പേര് നിൽക്കണമുണ്ട് ആനേനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ആനേനെ കണ്ടിങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. ഞാൻ ഇതുവരെ ഇങ്ങനെ പോയിട്ട് ആന ഇങ്ങനെ കളിക്കണതോ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആന കളിക്കുന്നത് കാണാൻ. അപ്പോൾ ഞാൻ കുറേ നേരം ഞങ്ങളെല്ലാവരും അത് നോക്കി നിന്നു കേട്ടോ. ആന കളിക്കുന്നത്, ആന അതേ കണ്ടോ, നോക്കൂ എന്ത് രസമായിട്ടല്ലേ ആന കളിക്കണേ. ഡാൻസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടല്ലോ കേട്ടോ. ആന ഇങ്ങനെ ഡാൻസ് കളിക്കണതേ കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞോ. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളത് കുറേ നേരം, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോരുന്നില്ല, അവരങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ അടുത്ത ആനയാണിങ്ങനെ ഡാൻസ് കളിക്കൊന്നും ഇല്ല, അതിങ്ങനെ നിന്ന് കഴിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ടും പിള്ളേരിങ്ങനെ നോക്കി നിൽക്കണം. അതിങ്ങനെ ഒരു ചെരിവുണ്ട്, കാല് വേനെടുത്തിട്ടാണെന്ന് അറിയില്ല, ചെരിഞ്ഞിട്ട് നിൽക്കുക. അത് കഴിഞ്ഞ് രണ്ട് ആനകളെ കുളിപ്പിക്കുക, രണ്ടല്ല അതിൻ്റെ അപ്പുറത്തൊരു ആനേനെ കുളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ആനകൾ ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഉരച്ചിട്ടാണ് കേട്ടോ കുളിപ്പിക്കണേ. ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കുറച്ച് നേരം നോക്കിയിരുന്നു. പിള്ളേർക്കൊക്കെ അത് ഇഷ്ടപ്പെടും. എല്ലാവരും ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഇതിനെ നോക്കി കുറേ നേരം നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ആനേനെ അടുത്തേക്ക് പോയി. അപ്പോൾ ആന ഇങ്ങനെ പട്ടത് വന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഒരു ആന ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനിയും അതിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആന ഡാൻസ് കളിക്കാൻ നോക്കിയിട്ട്. പിന്നെ കുറേ ആനകൾ പട്ട തിന്നുന്നുണ്ട്, ഒക്കെ തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിരിക്കുകയാണ് എല്ലാവരും. ആന പട്ട തിന്നുന്നു. അത് കഴിഞ്ഞ് അടുത്ത അറ്റത്തൊക്കെ ആനകളുണ്ട്, പക്ഷെ അവിടേക്ക് നമുക്ക് വിടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവസാനിച്ചു. ആനകളൊക്കെ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഒരു അമ്പലം പോലെ ഒരു സ്ഥലമൊക്കെയുണ്ട് അവിടെ. അപ്പോൾ അവിടെയൊക്കെ കണ്ട്, പിന്നെ ഒരു കുളം, പിന്നെ അറ്റത്തേക്കുള്ള ആനയുടെ അടുത്തേക്ക് നമ്മളങ്ങോട്ട് വിടുന്നില്ല അവർ. അവിടെ തന്നെ അറ്റത്തൊക്കെ ആനേനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി ആനേനെ കാണാമെന്ന് മാത്രം. ഒരു 10 ആനകളൊക്കെ ഉണ്ടാവും. പണ്ടൊക്കെ പോകുമ്പോൾ കുറേ ആനകളുണ്ടാവും. ഇതൊരു അമ്പലക്കുളം. അങ്ങനെ കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്. നിങ്ങളൊക്കെ പോയി നോക്കിയിട്ട് ആന ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ.